ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വള്ളിച്ചൂണ്ട കിട്ടിയതാണ്. ഇന്ന് പിന്നെ നമ്മൾ വൈകിട്ട് നോക്കിയില്ല, ഇപ്പോൾ രാവിലെ നമ്മൾ നോക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കിട്ടിയ സ്ഥലത്ത് തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ചൂണ്ട തന്നെ വരാൽ വിട്ടിട്ടുണ്ട്. നമ്മളിതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, വള്ളി അനങ്ങുന്നുണ്ടോ? ഫസ്റ്റിലത്തെ ചൂണ്ടയിൽ തന്നെ നമ്മൾ വരാൽ വിട്ടിട്ടുണ്ട്. നമ്മൾ ഈ കുറ്റി ഊരുന്നതിന് മുമ്പേ വരാലിനെ എടുക്കാം. ഒരു വരാല്, ഒരു ഒന്നൊന്നര വരാലാണ്. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലുതായിരിക്കും. നല്ല ഒന്നാന്തരം വരാല്. ആദ്യത്തെ ചൂണ്ടത് കുറ്റിയുടെ ഇവിടുന്ന് ആദ്യത്തെ ചൂണ്ടയിലാണ് നമുക്ക് കിട്ടിയത്. ഉരിയിട കയ്യിൽ ഒതുങ്ങുകയല്ല വരാല്. ആദ്യത്തെ വരാലിനെ നമ്മൾ പിടിച്ചു. ഇനി നമുക്ക് ചൂണ്ടയഴിക്കാം. നമുക്കിങ്ങനെ നേരെ കൊണ്ട് വലിച്ചു പോവുകയാണ്. മീൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം നമ്മൾ രണ്ടുപേരില്ലാതെ വള്ളി വലിക്കാനൊക്കത്തില്ല. കാര്യം വള്ളം നേരെ പോകത്തില്ല. കണ്ടോ, വള്ളം ഇപ്പോഴേ തന്നെ വെട്ടിപ്പോയി. തീറ്റയൊക്കെ ജീവനോടെ കിടക്കുക. ഇത് മോട്ടർ വെച്ച് ഇനിയിപ്പോൾ നമ്മളവിടെ അതുവഴി വന്നപ്പോൾ മോട്ടറൊക്കെ വെച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. മീൻ മറിയുന്നുണ്ട്, പക്ഷേ ആ ഒരു വരാതെ ഇപ്പം വരെ നമുക്ക് വെട്ടിയുള്ളൂ. ഇവിടെ ഒരു വരാലുണ്ട്, വേണ്ട മുള്ളനടിയില്ല. അയ്യോ, അത് പോയി. ഇല്ല, കുറേ സമയമായി അവൻ അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ വരാലിനെ ഊരി എടുക്കാം. ഇത് അത്ര വലിയ വരാലല്ല. ഈ വരാൽ ചടച്ചപ്പം ക്യാമറയിലായിട്ട് വെള്ളം വീണ്. അത്ര വലിയ വരാലല്ല ഇത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചെറുതാ. ഒരാൾ വെട്ടിയതാണ്. ഒരാൾ വെട്ടിയ സ്ഥലമാണ്. പക്ഷെ നമ്മുടെ ചൂണ്ടയിൽ നിന്ന് ഇവിടം വരെ ആയിട്ട് 2 വരാലാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പം അങ്ങോട്ട് നോക്കാൻ കിടക്കുക. നോക്കാം. ഇവിടെ ഈ മുള്ളൻ വരാല് എന്താ കിട്ടിയ സൈസ് തന്നെ. ശകലം വ്യത്യാസമുണ്ട്. അങ്ങനെ അതിനെ നമ്മൾ പിടിച്ചു. നമ്മളറിയാതെ ഇവിടെ ഒരു വരാല് പമ്മി കിടപ്പുണ്ടായിരുന്നു. ഒരു മുഴുത്ത വരാല് അവനെ അനങ്ങാതെ കിടക്കുകയായിരുന്നു. കുറച്ച് നേരമായി വെട്ടിയിട്ട്. അതാണ് ഇതിന്റെ കണ്ണിക്കൂടാണ് കയറിയിരിക്കുന്നത്. അവനെ നമ്മൾ പിടിച്ചു.
കുഴപ്പമില്ലല്ലേ? ഓ കടയിൽ ഒന്ന് വലിയ തങ്ങി നിന്നേ ഉള്ളു. തീറ്റി ജീവനോടെ കിടക്കുക. ഇതിന്റെ അടിയിലായിട്ട് ഒരാൾ വന്ന് കണ്ടില്ല. നമ്മുടെ ഇവിടെ ഒരു വരാലുണ്ട്. കണ്ടോ, മുഴുത്ത വരാല്ലേ അത് കണ്ടോ. പിന്നെ ചൂണ്ട ഇങ്ങനെ കോർത്ത് അത് ഇത് കണ്ണുവശത്താണ് കോർത്തിരിക്കുന്നത്. കയ്യിൽ ഒതുങ്ങത്തില്ല, അത്രയും വലിയ വരാല. അങ്ങനെ അതിനെ നമ്മൾ പിടിച്ചു. ഇനി നമുക്ക് അങ്ങോട്ട് വലിക്കാം. മറിയുന്നുണ്ടല്ലേ? ഈ ചെറിയ മീനൊക്കെ ആയിരിക്കും. നമ്മുടെ ഇവിടെ ഒരു വരാലുണ്ട്. അത്ര വലുതൊന്നുമല്ല, തിരക്കട്ടില്ലാത്ത വരാല. പറഞ്ഞു പോകുന്നുണ്ടല്ലേ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ചെറിയ ഉടക്കി ഒക്കെ തുമ്പത്തായിരിക്കും ഇതിന്റെ വെട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഓടി ഓടി പിന്നെ കയറിന് ഒത്തിരി ലൂസില്ലല്ലോ. കയറെങ്ങനെ ടൈറ്റായി പറഞ്ഞു പോകും. ഇവിടെ ഒരു വരാലുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, കുമ്പള വരുന്നുണ്ട്. പക്ഷെ അത് ഈ മുള്ളനകത്ത് കയറി കിട്ടുമോന്നറിയാൻ മേല. നല്ല വെട്ടാണെങ്കിൽ കിട്ടും. ഇത് ഇതാണ്. മുന്നത്തെ വരാലുമാണ്. നല്ല വെട്ട് വരുന്നത്. ഇങ്ങനെ ഉടക്കിൻ്റെ കിട്ടാൻ പാടാ. ചെറിയ ഇതിൻ്റെ ചെറിയലൊക്കെ കോർത്തിരിക്കുകയാണെങ്കിൽ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ വട്ടവലയ്ക്കകത്താക്കി. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഒരു വരാലുണ്ടെന്ന്. ആ, തൊട്ടിപ്പുറത്തുണ്ട്. ആ, അത്ര വലിയ വരാലല്ല, ചെറുതാ. ഊരാവല്ലോ. നോക്കട്ടെ. മെഴുകിയിരിക്കുകയാണ്. നോക്കട്ടെ. അങ്ങ് മെഴുകിയിരിക്കുക. ഇത് കയറഴിക്കാനേ പറ്റുള്ളൂ. അഴിച്ചു. ചൂണ്ട കെട്ടേണ്ട സ്ഥലത്തൊരു അടയാളം വെക്കുകയായിരുന്നു. മീൻ മറിയുന്നുണ്ട്, പക്ഷേ വേറെ കാര്യമാണ്. പാടത്ത് ഇഷ്ടം പോലെ ചെറിയ മീനുണ്ട്. അതുകൊണ്ട് മീനൊക്കെ നല്ല വലിയ വരാലിനൊക്കെ ഇഷ്ടം പോലുള്ള ഭക്ഷണമുണ്ട് ഇതിനകത്ത്. അതെ, 2 ദിവസം കഴിയുമ്പം, കുറച്ച് ദിവസം കഴിയുമ്പം അവിടെ ഒരു വരാലുണ്ടെന്ന് തോന്നുന്നു. ചൂണ്ട കുറച്ച് താന്ന കിടക്കുന്നത്. മുള്ളം കയറി ഉടക്കിയതാണോ എന്നൊരു സംശയം. അല്ലല്ല, വരാലത് ഇല്ല, ഇത് വരാലല്ല.
വാളയാ. വാളയാണ് ഉടക്കിയത്. ചൂണ്ട ഇപ്പുറത്തൂടെ വന്ന് ഇതുണ്ടോ ചൂണ്ടത് ഇത് അവിടെ വരാനുണ്ട്. ഇത് കണ്ടോ പള്ളി വലിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വലിച്ചോണ്ട് പോയാൽ നമ്മുടെ കയ്യെ ചൂണ്ട കയറും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ആണ് ആറ്റി ചൂണ്ട കിട്ടുമ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മീനില്ലാന്ന് വിചാരിച്ച് വലിയ മസിൽ പിടിക്കുന്നുണ്ട്. ഇല്ല ഇല്ല വിഴുങ്ങിയില്ല. നമ്മുടെ ഇത് വിഴുങ്ങിയൊരു ലക്ഷണമാണ് കാണുന്നത്. ചൂണ്ടയുടെ തുമ്പ് കാണുന്നുണ്ട്. അതല്ലേ നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഉടക്കും. ചാൻസ് ഉണ്ട്. ഇത് അഴിച്ചെടുക്കട്ടെ. രണ്ടാമത്തെ ചൂണ്ടയാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. കെട്ടത്ര മുറിയിരിക്കുന്നതാണ്. നോക്കാം, അഴിച്ച് നോക്കാം. ഇല്ലേ കണ്ടിച്ചെടുക്കണം. അതെ 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 അതെ. ഇതേ ഉള്ളു മാർഗം, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഈ കെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ മുറുകി പോകും. ഈ മീൻ വെട്ടി 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 അവിടെയും കാണും ഒരാള്. ഇവിടെ നല്ല അയച്ചത്. ഇവിടെ ഒരു ചെറിയ അടയാളം വെച്ചേക്കാം. നമ്മളിനി ചൂണ്ട രണ്ടാമത് കെട്ടുമ്പം ഇവിടെ തന്നെ കെട്ടണം. ചൂണ്ട ഒരേ അകലത്തിലാണ് നമ്മൾ കെട്ടുന്നത്. അതുകൊണ്ടാണത് അടയാളം വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ അളന്ന് നോക്കി എല്ലാം വരുമ്പം ഒത്തിരി സമയമെടുക്കും. ഇവിടെ ഒരു വരാനുണ്ട്. അത് ചെറിയതിനാണ് കൂടുതലും ഓട്ടം. വിഴുങ്ങിയില്ല, അത്ര ചെറുതല്ലല്ലോ. അത് നമ്മൾ പിടിച്ച് നമ്മളെ കൊട്ടോലിക്കകത്താക്കി. ഇവിടെ ഒരു അടുത്ത ചുണ്ടൊരു വള്ളി ഒരാളുണ്ട്. കണ്ടോ? അത്ര വലിയ എന്നാലും മോശമല്ല. ഈ ചൂണ്ട കയറി പിരിഞ്ഞ് 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 ഇല്ല പോകത്തില്ല. ഇത് കടവായിക്കാണോ ഉടക്കിയിരിക്കുന്നത്. ഏത് മീനാണെങ്കിലും കടവായിക്ക് ഉടക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടാം. അവരാല് കിടന്ന് ഓടി ഓടി ചൂണ്ട അങ്ങ് പിരിഞ്ഞ് പിരിഞ്ഞ് ചൂണ്ടയുടെ വള്ളി പിരിഞ്ഞ് 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 പിരിഞ്ഞങ്ങ് പോയി. നമ്മുടെ ലാസ്റ്റ് വള്ളിയായിരുന്നിത്. അപ്പം നമ്മൾ വള്ളി മൊത്തം വലിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇത്രയും വരാൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, അതെ. ഒരാളിനെയൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരാളിനെ ഇങ്ങനെ കാണിച്ചല്ലേ പോകുന്നത്. അതെ, അവർക്ക് ഒരു ചോദിച്ചായിരുന്നു വരാലൊന്ന് കിട്ടിയ വരാലൊന്നും മാത്രം ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാം. വള്ളത്തെ ഇട്ട് കാണിക്കാൻ ഒരു മാർഗവും ഇല്ല. അതാണ് വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷം. ഓക്കെ, നമ്മുടെ കിട്ടിയ വരാൽ നമ്മുടെ വലക്കകത്ത് ചാക്കിനകത്ത് കയറ്റിയിരിക്കുകയാണ്.
ഇത് 5-10 കിലോ വരാലുണ്ട്. അപ്പോൾ നല്ല വെയിറ്റ്. തെരുവെടുത്താണ്. അങ്ങനെയാണ് മീനെ കാവല്. അവന് ഓരോ വരാലും ചാടുമ്പോഴും അവൻ കുറയ്ക്കാൻ തുടങ്ങും. ഒരു സ്വസ്ഥതയും തരത്തില്ല. നമുക്ക് കിട്ടിയ വരാലാണ്. നമ്മൾ ഈ വട്ടവലിക്കകത്ത് കിടക്കുന്നത് കൊണ്ടാണ് എന്തുമാത്രം വരാലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റാത്തത്. നമുക്ക് ഇതിനകത്തോട്ട് ഒരാൾ ചാടാൻ തുടങ്ങി. രണ്ടെണ്ണത്തെ ചൂണ്ടല്ലേ? രണ്ടെണ്ണത്തിനകത്ത് ചൂണ്ടയുണ്ട്. ഇതില് ഇവനാണ് വലുതുണ്ട്. ഇതാ വലുത്. ഇതും മോശമല്ല, ഇതും മോശമല്ല. ഇത് ഇത്രയും വരാലാണ് നമുക്ക് കിട്ടിയത്. ഇത് മറ്റേ വലിയ നെല്ല് ഒഴുകുന്ന ചെമ്പ തരുവാ. അതിനകത്ത് കിടക്കുന്ന വലുപ്പം വീഡിയോക്കകത്ത് കാണുമ്പോഴത്തേക്കുള്ള വലുപ്പം നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട്, നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കിട്ടിയ വരാലിനെ ഇന്ന് നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇടത്തില്ല. ഇന്ന് നമ്മളിതിനെ വെള്ളം ചരിച്ച് ഇവിടെ ഇടും. ഇന്ന് ആരെങ്കിലും മീൻ വരുവാണ് ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മറ്റുള്ള മീനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കക്കും. അപ്പോൾ അതിനകത്ത് വെള്ളം അഴുക്കായി പോകും. അതുകൊണ്ട് ഇന്ന് നമ്മളിതിനെ ഈ ചരുവത്തിനകത്ത് വെള്ളം ചരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഓക്കെ.